ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെറൈറ്റി ഡിഷാണിത്. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ 3 മീഡിയം സൈസ് പൊട്ടറ്റോ, 2 ചെറിയ സൈസ് ഉള്ളി. ഇത് വലിയ ഉള്ളിയാണെങ്കിൽ ഒരെണ്ണം മതി. എൻ്റെ ഇപ്പോൾ ഇതേ ഉള്ളതുകൊണ്ട് 2 ചെറിയ മീഡിയം സൈസ് ഉള്ളി, വെളുത്തുള്ളി, പിന്നെ വേണ്ടുന്നത് പച്ചമുളക്, കറിവേപ്പില. പിന്നെ വേണ്ട നമുക്ക് കുറച്ച് സോസ് ഐറ്റമാണ്. ഇത് ഡാർക്ക് സോയ സോസ്, ഇത് റെഡ് ചില്ലി സോസ്, ഇത് ഗ്രീൻ ചില്ലി സോസ്, ഇത് ഷെസ്വാൻ സോസ്. പിന്നെ അതിൻ്റെ ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ, ഇത് അരിപ്പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാൻ. നമുക്ക് അത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വറുക്കാൻ ആവശ്യമുള്ള എണ്ണ. നമ്മുടെ ഉരുളക്കിഴങ്ങ് തീരെ കനം കുറച്ചുമല്ല, അതായത് ഈ ഒരു പരുവത്തിന് വേണം അരിയാൻ. ഈ ഒരു ഇതിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിന് നമുക്കൊന്ന് ഹാഫ് ബോയിലാക്കി എടുക്കണം. അപ്പോൾ അത് ചെയ്താലോ? നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ്. വെള്ളം തിളയ്ക്കണം. തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചില്ല. ആ സമയത്ത് നമ്മൾ വെച്ചിരുന്ന ഉള്ളിയില്ലേ, വലിയ ഉള്ളിയാണെങ്കിൽ അതിൻ്റെ പകുതി ഇതാ ചെറിയ രീതിയിൽ ഇങ്ങനെ അരിയണം. പിന്നെ നമ്മളെ ക്യൂബ് സൈസ് പോലെ ഇങ്ങനെ അരിയണം. 2 ഉള്ളി ആയതുകൊണ്ട് 1 ഉള്ളി ഞാൻ ഇങ്ങനെ അരിഞ്ഞു, മറ്റേതുപോലെ അരിഞ്ഞു. ഇത് ക്യാപ്സിക്കം, ഇത് നമ്മുടെ പച്ചമുളക്, ഇത് വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില. മല്ലിയില ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത്. എൻ്റെ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് കറിവേപ്പില എടുത്തു. വെച്ചിട്ടുണ്ട്. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിന് നമുക്ക് ആ ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഇളക്കി അതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇടുകയാണ്. പകുതി വേവ് മതി കേട്ടോ, അത് ആയിക്കോട്ടെ. ഒന്ന് അടച്ചിട്ടല്ലേ 5 മിനിറ്റ് മതിയാവും. നമുക്കത് വേവുന്ന സമയം നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. എൻ്റെ 1/2 ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണിത്, അളവാണ്. അര ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ 2 സ്പൂണ് സെയിം അളവ് തന്നെ അരിപ്പൊടി. ഇപ്പോൾ എടുത്തേക്കുന്ന കോൺഫ്ലോർ ആണ് അരിപ്പൊടി. സെയിം അളവ് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ കല്ലുപ്പാണ് എടുത്തേക്കുന്നത്, അപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഉപ്പ് വെള്ളം ഒഴിച്ചത്, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വലിയ ലൂസല്ലാത്തൊരു പരുവത്തിലുള്ള ബാറ്ററാണ് നമുക്കിതിന് ആവശ്യം. കട്ട കെട്ടാതെ എടുക്കണം കേട്ടോ. ചൂടുവെള്ളം വേണം. വെള്ളം ഒഴിച്ച് ലൂസായി പോയി നമുക്ക് പേടിക്കുക വേണ്ട. ഒന്നീ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്തേക്കാൻ മതി. ഇതാണ് പരുവം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ വെന്ത് കാണും. നമുക്കത് നോക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ പോർക്ക് വെച്ച് ഇങ്ങനെ കുത്തുമ്പോൾ താഴേക്ക് പോയി കറക്റ്റ് വേവായിട്ടുണ്ട്. അധികം നമുക്ക് വേവേണ്ടത്, അഥവാ വേവാതെ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേണ്ടി തണുത്ത വെള്ളത്തിലേക്ക് തന്നെ ഇടുക.
നമുക്ക് അടുത്ത ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കത് വറുക്കാനുള്ള പാത്രം എടുക്കാം. പാത്രം ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിക്കാം. എണ്ണ മതി നമുക്ക്. ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. ഒന്ന് മീഡിയത്തിലാക്കി നമ്മുടെ ഈ ബാറ്റർ ഒന്ന് ഇളക്കിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതിലേക്കിട്ട് ഒന്ന് വറുത്ത് പോരാം നമുക്ക്. ഈ കൂടിപ്പോയ കരിഞ്ഞു പോകും. അതിനാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കുന്നത്. ഇട്ട ഉടനെ ഇളക്കാനും പാടില്ല കേട്ടോ. ഒരു ഒത്തിരി ഡാർക്ക് ആവാൻ നിൽക്കുന്ന ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് വറുത്ത് പോരാണ്. നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ പാത്രത്തേക്ക് മാറ്റി. അതിൻ്റെ ക്രിസ്മസ് കണ്ടോ? ഇത് കണ്ട കൊച്ചു കുട്ടികൾക്ക് ഇപ്പം നേരത്തെ കണ്ടില്ലേ ഒരു വലിയ കുട്ടി വന്ന് എടുത്തുകൊണ്ട് പോയത്. അത് സോസ് നമുക്ക് കഴിക്കാൻ നല്ലതാണ്. ഈ ഒട്ടി പിടിച്ചേക്കും ഒന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. നമുക്കിനി ഈ പാത്രം മാറ്റിയിട്ട് വേറെ പാത്രം വയ്ക്കാം. ചൂടായിട്ട് ഈ ചൂടായ എണ്ണ തന്നെ കുറച്ച് ഇതിപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ അതിൻ്റെ ആവശ്യമുള്ളൂ. അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പൊടിയായി അരിഞ്ഞ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില നമുക്ക് പിന്നെ ഇടാം. ജസ്റ്റ് ഒന്ന് വാടണം. എനിക്ക് കുറച്ച് ഇതിനാവശ്യമുള്ള ഉപ്പ്. നമ്മൾ സോസ് ഒഴിക്കുകയാണ്. സോയാ സോസ്, ചില്ലി സോസാണ്. നമ്മുടെ ഗ്രീൻ ചില്ലി സോസ് അതൊരു സ്പൂൺ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഷേസ്വാൻ സോസ്, കുറച്ച് വെള്ളം, കുറച്ച് മതി വെള്ളം. അത് ആ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റിയിട്ട് ഒരു സ്പൂൺ കാണും. ഒരു സ്പൂണിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി. കോൺഫ്ലവറാണേ. കോൺഫ്ലവർ നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്.
അവിടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളിയും ക്യാപ്സിക്കവും കൂടി ഇടുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വറുത്ത് വെച്ച പൊട്ടക്കയില്ല അതുകൊണ്ട് ഇളക്കി നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാമേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തെങ്കിലും നേരത്തെ വന്ന മുതിർന്ന കുട്ടിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.